നമസ്കാരം. ഇന്ത്യയിൽ ആര് അധികാരത്തിൽ വരും? 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം 2019 അവർ അധികാരത്തിൽ വന്നു. 2019 പ്രത്യേകത, ലോക്സഭാ ഇലക്ഷന് മുമ്പ് 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് അനുകൂലമായി വൻ മുന്നേറ്റവും വിജയവും ഉണ്ടായെങ്കിലും അധികാരം തുടർന്ന് കിട്ടിയത് BJPക്കാണ്. 303 സീറ്റോട് കൂടിയിട്ടാണ് BJP ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റുകൾ കിട്ടിയത്. ഇപ്പോഴിതാ വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ജൂൺ 1 നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് BJP അധികാരത്തിൽ വരില്ല എന്നുള്ളതാണ്. നേരത്തെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഡൽഹിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് BJP അധികാരത്തിൽ വരില്ല എന്നാണ്. നേരത്തെ സർവേ റിപ്പോർട്ടുകളിലെല്ലാം പ്രമുഖ ചാനലുകളെല്ലാം പറഞ്ഞത് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. 400 സീറ്റ് വരെ പറഞ്ഞിട്ടുള്ള CTV ഉണ്ട്, NDTV ഉണ്ട്, അതേപോലെ ഇന്ത്യ ടുഡേ ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രമുഖ ചാനലുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നു, വീണ്ടും BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിയുന്ന ഓരോ ഘട്ടങ്ങളിലും അത് കുറഞ്ഞു വന്ന് ഇപ്പോൾ നാളെ വൈകുന്നേരം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറക്കാല പ്രഭാകർ പറഞ്ഞിരിക്കുന്ന, അതായത് നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവ് പറക്കാല സീതാറാം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. KA ജോണിയാണ് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ വന്ന വാർത്ത ഇതാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ഇന്ത്യയിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റമാണ് വരാനിരിക്കുന്നതെന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക വിമർശകനുമായ ഡോക്ടർ പറക്കാല പ്രഭാകർ പറയുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാമൻ്റെ ജീവിത പങ്കാളി കൂടിയായ പറക്കാല പ്രഭാകറുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ജൂൺ 1 നടക്കാനിരിക്കുന്ന 7ാം ഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും. 90% സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കെ താങ്കളുടെ അനുമാനവും വിലയിരുത്തലും എന്താണ്? തുടക്കത്തിൽ എൻ്റെ നിഗമനം BJPക്ക് 220 സീറ്റ് മുതൽ 230 വരെ സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത് BJPക്ക് 200 മുതൽ 220 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. NDAക്ക് മൊത്തത്തിൽ എത്ര സീറ്റ് കിട്ടും? BJPയുടെ സഖ്യകക്ഷികൾക്ക് 30 മുതൽ 40 വരെ സീറ്റ് കിട്ടിയേക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായുണ്ട്. നിലവിൽ BJPയുടെ കൂടെയുള്ള ഒരു കക്ഷിയും പ്രത്യയശാസ്ത്രപരമായി അവർക്കൊപ്പം നീങ്ങുന്നവരല്ല. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് സഖ്യമുണ്ടാക്കുന്ന പാർട്ടികളാണവർ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJPയുടെ നില പരിങ്ങലിലാണെങ്കിൽ മറുകണ്ഠം ചാടാൻ അവർ മടിയുണ്ടാവില്ല. ഇന്ത്യൻ എക്സ്പ്രസിന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. 5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ BJP 300 സീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും 3ാം വട്ടവും സർക്കാർ രൂപവൽക്കരിക്കുമെന്നത് BJP തന്നെയായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ടെന്നുമാണ് ഷാ പറഞ്ഞത്. ഷായുടെ അവകാശവാദം താങ്കൾ എങ്ങനെ കാണുന്നു? 3ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഷാ നടത്തിയ വിലയിരുത്തൽ ഞാൻ കണ്ടിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 370 സീറ്റുകളിൽ 270 BJP കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും സീറ്റുകളിൽ വിജയിക്കണമെങ്കിൽ 73% വിജയനിരക്ക് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ കണക്കൂട്ടലുമായി യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് മനസ്സിലാവും. രാഷ്ട്രീയക്കാർ ഇത്തരം വിലയിരുത്തലുകൾ നടത്തുക സ്വാഭാവികമാണ്. അതിന് അത്ര പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ. അണികളെ ഉത്തേജിപ്പിക്കുക എന്നതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതിന് യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഉണ്ടായില്ല. നിഷ്പക്ഷ നിരീക്ഷകനെന്ന് അവകാശപ്പെടുന്ന പ്രശാന്ത് കിഷോറും ഷായുടെ തീരുമാനങ്ങൾ ശരിവയ്ക്കുന്ന വിലയിരുത്തലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെങ്കിലും തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നേട്ടം കൊണ്ട് അത് പരിഹരിക്കാനാകുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ 303 സീറ്റുകളിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നും PK പറയുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? വേറെ ആളുടെ വിശകലനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. എൻ്റെ നിഗമനങ്ങൾ മുഖ്യമായും ഞാൻ നടത്തിയ യാത്രകളുടെയും വിവിധ വിഭാഗങ്ങളെ പ്രതികരിക്കുന്നവരുമായി ഞാൻ നടത്തിയ സംഭാഷണങ്ങളുടെ ഇതാണ്. അതോടൊപ്പം തന്നെ ചരിത്രപരമായ വിവരങ്ങൾ ഞാൻ പരിശോധിക്കുന്നു. ജനസംഘം 1972 വരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളും 1980 മുതൽ BJPക്ക് ലഭിച്ചിട്ടുള്ള വോട്ട് വിഹിതവും ഈ നിഗമനത്തിന് അടിസ്ഥാനമാണ്. 2014 BJPക്ക് 31% വോട്ടാണ് കിട്ടിയത്. അന്ന് അവരുടെ മുദ്രാവാക്യം ഹിന്ദുത്വ ആയിരുന്നില്ല, വികസനവും അഴിമതി മുക്ത ഭാരതവുമായിരുന്നു അന്ന് BJP ഉയർത്തിക്കാട്ടിയത്. അന്ന് അവർക്ക് കിട്ടിയ 31% അവരുടേത് മാത്രമായിരുന്നില്ല.
സഖ്യകക്ഷികളുടേത് കൂടിയായിരുന്നു. സഖ്യകക്ഷികളുടെ വോട്ട് കുറച്ചാൽ ബി ജെ പിയുടെ വോട്ട് വീതം 25% കുറയും. 1998 അവർക്ക് കിട്ടിയത് 23%-നടുത്താണ്. 2014 ബി ജെ പി കൂടുതലായി കിട്ടിയത് 2% വോട്ട് മാത്രമാണെന്നർത്ഥം. 2019 ബി ജെ പിക്ക് 37% കിട്ടി. പുൽവാമയും ബാലാക്കോട്ടും സൃഷ്ടിച്ച ദേശീയ വികാരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ വോട്ട് വർധന. ഇവിടെയും സഖ്യകക്ഷികളുടെ വോട്ട് കുറച്ചാൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം 33 മുതൽ 34%. അതായത് 1998-നും 2019-നും ഇടയിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വർധന 8%. ഹിന്ദുത്വമല്ല, വികസനവും അഴിമതി വിരുദ്ധ പ്രക്ഷോഭവും ദേശീയതയുമാണ് ഈ വർധനവിന് കാരണം. ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുഖ്യ ആയുധം ഹിന്ദുത്വമാണ്. എന്നാൽ നാട്ടിൻ പുറത്തായാലും നഗരത്തിലായാലും ജനങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൊണ്ട് വലയുകയാണ്. അഴിമതി വിരുദ്ധ പോരാളികൾ എന്ന് സ്വയം വിളിക്കുന്നവർ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ എന്താണ് ചെയ്തതെന്ന് ജനം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അഴിമതിക്കാരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നതോടെ അവർ വെളുപ്പിക്കപ്പെടുന്നതും ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഇത്തവണ കിട്ടുന്ന വോട്ടുകൾ അവരുടെ ഹിന്ദുത്വ അടിത്തറ നൽകുന്ന വോട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് ഇത്തവണ അവരുടെ വോട്ട് വിഹിതം 25% അപ്പുറത്തേക്ക് പോകാനിടയില്ല എന്ന് പറയേണ്ടി വരുന്നത്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവില്ലെന്ന് താങ്കൾ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൽ ഇത്തവണയും ബി ജെ പിക്ക് കനത്ത നിരാശയാവും ഫലം. 0-ന് മുകളിലേക്ക് അവർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇക്കുറിയും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നാണോ താങ്കൾ വ്യക്തമാക്കുന്നത്? അതെ, തമിഴ്നാട്ടിലും അത് തന്നെയാകും അവസ്ഥ. ആന്ധ്രയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടിയത് 2 സീറ്റുകൾ കിട്ടിയേക്കും. തെലങ്കാനയിൽ നിലവിലുള്ള 4 സീറ്റുകൾ ചിലപ്പോൾ ബി ജെ പി നിലനിർത്തിയേക്കും. കർണാടകത്തിൽ കഴിഞ്ഞ തവണ 28-ൽ നിന്ന് 25 ബി ജെ പി നേടിയിരുന്നു. ഇക്കുറി അവിടെ 12 സീറ്റെങ്കിലും ബി ജെ പിക്ക് നഷ്ടമാകും. അവിടെ അങ്ങനെ വരുമ്പോൾ ആന്ധ്രയിൽ നിന്ന് കിട്ടുന്ന 2 സീറ്റുകൾ കണക്കിലെടുത്താൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ 10 സീറ്റുകൾ കുറയും. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 90 സീറ്റെങ്കിലും ബി ജെ പിക്ക് നഷ്ടമാകും. മൊത്തത്തിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളുടെ കുറവുണ്ടാകും. അതിൻ്റെ അർത്ഥം ലോക്സഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ 203-ലേക്ക് ചുരുങ്ങുമെന്നല്ലേ? കണക്കുകൂട്ടലിൽ ഉണ്ടായേക്കാവുന്ന ചില പാകപ്പിഴകൾ കണക്കിലെടുത്താൽ ഏറ്റവും കൂടിയത് ബി ജെ പിക്ക് 220 സീറ്റുകളെ കിട്ടുകയുള്ളൂ. അതാണ് എൻ്റെ വിലയിരുത്തൽ. സഖ്യകക്ഷികൾക്ക് 40 സീറ്റുകൾ വരെ കിട്ടിയേക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എൻ ഡി എക്ക് മൊത്തത്തിൽ കിട്ടുന്നത് 260 സീറ്റുകളായിരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അതിനപ്പുറത്തേക്ക് എൻ ഡി എ കടക്കുന്ന ലക്ഷണമില്ല. ജൂൺ 4-ന് ശേഷം ഇന്ത്യയിൽ ബി ജെ പി പ്രതിപക്ഷത്തായിരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ബി ജെ പി എൻ ഡി എ ഇതര സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. പ്രധാനമന്ത്രി മോദി ഇന്ന് വൈകുന്നേരത്തോടെ കന്യാകുമാരി ധ്യാനം തുടങ്ങാനിരിക്കുകയാണ്. 3-ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന ആത്മവിശ്വാസത്തോടെയാണ് മോദി വരുന്നത്. താങ്കളുടെ കണക്കൂട്ടൽ ശരിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥത്തിൻ്റെ തുടക്കമാകുമോ ഇത്? ഞാൻ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആത്മവിശ്വാസവും തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് എൻ്റെ അനുഭവം. കരൺ താപ്പറുമായുള്ള താങ്കളുടെ അഭിമുഖം അവസാനിപ്പിച്ചത് എല്ലാ ഏകാധിപതികളും അവസാനിക്കുന്ന ഒന്നുകിൽ കൈവിലങ്ങുകളിലോ അല്ലെങ്കിൽ ശവപ്പെട്ടികളിലോ ആയിരിക്കുമെന്ന നിരീക്ഷണത്തോടെയാണ്. പ്രധാനമന്ത്രി മോദിയെ കാത്തിരിക്കുന്നത് കടുത്ത ദിനങ്ങളാണെന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഈ ഭരണകൂടം അത്ര എളുപ്പത്തിൽ അധികാരം ഒഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അധികാരത്തിൽ പുറത്താകുന്നതോടെ ബി ജെ പിയുടെ അലമാരയിൽ നിന്ന് അസ്ഥിക്കൂടങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങും. റഫേൽ വിമാനയിടപാട്, പെഗാസസ്, PM കെയേഴ്സ് ഫണ്ട്, ഇലക്ട്രൽ ബോണ്ടുകൾ എന്നിവ ബി ജെ പിയെ തിരിഞ്ഞുകുത്തും. അത് അവരുടെ മൊത്തം ഹിന്ദുത്വ പദ്ധതികളുടെയും വിശ്വാസത ഓർക്കും. അടുത്ത കൊല്ലം RSSന്റെ ശതാബ്ദി എന്നാണെന്നതും മറക്കരുത്. ഇതൊക്കെ കൊണ്ടാണ് അധികാരം നിലനിർത്താൻ ബി ജെ പി എന്ത് കളിയും കളിക്കുമെന്ന് പറയേണ്ടി വരുന്നത്. 2020 അമേരിക്കയിലെ ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപം പോലെ ഒന്ന് ഇന്ദ്രപ്രസ്ഥാനത്തിൽ ഉണ്ടായേക്കുമെന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ട്. അത്തരമൊരവസ്ഥ തള്ളിക്കളയാനാവുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പൗരസമൂഹം അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത്. 220 സീറ്റ് കിട്ടിയാൽ ബി ജെ പി തന്നെയായിരിക്കും ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷി. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതി ബി ജെ പിയെ സർക്കാർ രൂപീകരണത്തിനായി വിളിക്കും. ഇഷ്ടം പോലെ സമയവും അവർക്ക് ലഭിച്ചേക്കും. അതോടെ വൻ കുതിരക്കച്ചവടത്തിനുള്ള അരങ്ങൊരുങ്ങും. അത്രയും പണം ബി ജെ പിയുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പോരാട്ടം അവസാനിക്കുന്നില്ല. പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് വരുന്നത്. ഏത് തരത്തിലുള്ള അത്യാഹിതവും നേരിടുന്നതിന് ജുഡീഷ്യറി അടക്കമുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണോ താങ്കൾ അർത്ഥമാക്കുന്നത്? തീർച്ചയായും സ്വാതന്ത്ര്യത്തിൻ്റെ വില നിതാന്ത ജാഗ്രതയാണെന്ന് നമ്മൾ മറക്കരുത്. വളരെ ഗൗരവമായിട്ടുള്ള നിരീക്ഷണങ്ങളും അതേപോലെ തന്നെ മോദി അധികാരത്തിൽ വരില്ല എന്നും എന്നാൽ ഏറ്റവും വലിയ കക്ഷിയായി ബി ജെ പി 220 സീറ്റ് മാക്സിമം കിട്ടുമെന്നും അതുവഴി അവർ അധികാരം പിടിച്ചെടുക്കാൻ എല്ലാ കുൽസിത മാർഗങ്ങളും ശ്രമിക്കുമെന്നും അതിനുള്ള സമയവും സാഹചര്യവും രാഷ്ട്രപതി ഒരുക്കുമെന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണ് പാറക്കാല പ്രഭാകരൻ എന്ന് പറയുന്ന നിർമ്മല സീതാറാമിൻ്റെ ഭർത്താവ് നൽകിയിരിക്കുന്ന ഇൻ്റർവ്യൂ. നന്ദി, നമസ്കാരം.